അച്ഛാ ഭാഗത്തേക്ക് പോ. മാഷേ, ഞാൻ തടവിലാണെന്ന് അറിഞ്ഞപ്പോ കാണാൻ വന്നായിരിക്കും അല്ലേ? അമ്മേ, ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട കേട്ടോ. ഓ, ഞാൻ പറയുന്നതാണോ കുഴപ്പം? നീയൊന്നും പറയുന്നതിലും ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ലേ? എല്ലാരും കൂടി എന്നെ ഒന്നിച്ച് തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുമല്ലേ? ഒരു കാലത്തെ നിനക്കൊക്കെ ഇതിന് തിരിച്ചടി കിട്ടും. അപ്പൊ നീയൊക്കെ പഠിച്ചോളൂ. അച്ഛനകത്തേക്ക് വാ. വാ അച്ഛാ. ഇയാൾ ഇതിനിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഞാൻ ചായ എടുത്തിട്ട് വരാം. ആ, എടുത്തു മോളെ. പിന്നെ നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അതിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ചീരുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. വീട്ടിൽ വെച്ച് തന്നെ ചടങ്ങ് നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാരും ചടങ്ങിന് എത്തണം. ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് എത്തിക്കോളാം അച്ഛാ. ചെറിയൊരു ചടങ്ങായിട്ട് നടത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നന്നായിട്ട് തന്നെ നടത്തണമെന്ന് വിനയം പറയുന്നു. അവന്റെ ആഗ്രഹമല്ലേ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും അവനോട് പറഞ്ഞു. അത് നന്നായി. ആഘോഷങ്ങൾ നടത്താൻ അവസരം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് തന്നെയാണ് നല്ലത്. അതെ, എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും ആഘോഷിക്കാനൊക്കെ പറ്റുമല്ലോ. സോനമോള് കേട്ടല്ലോ അല്ലേ? നൂല് കെട്ടിന് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വന്നത്, അറിയാലോ. ആ, സുശീലോടൊന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഓ, അതൊന്നും വേണ്ടെന്നേ. ഇപ്പൊ ഞങ്ങളോടൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം അല്ലേ ഏട്ടാ? കൊള്ളാം, സോനയ്ക്ക് ചായ ഇടാൻ അറിയാം.